എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം തൈര് ചേർത്ത കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം പാവയ്ക്കയും തൈരും ചേർത്തിട്ടുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു പാവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനിതായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വട്ടത്തിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനുള്ളിലെ കുരുവൊക്കെ മുറ്റിയതാണെങ്കിൽ നമുക്ക് അത് തന്നെ അങ്ങ് എടുത്ത് കളയണം. അതെല്ലാം മുറ്റാത്ത പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വട്ടത്തിൽ ഫുള്ളായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇതാ ഈ ഒരു രീതിയിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരിഞ്ഞെടുത്തതെല്ലാം ഈ ഒരു രീതിയിൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്പി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ പാവയ്ക്കയിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ മസാലയും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ 1 കപ്പ് തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് തൈര് കട്ടയൊന്നുമില്ല നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ തൈര് നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ മതിയാകും. ഇനി നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഈ ഒരു രീതിയിൽ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ആ സൈഡും ചെറിയ രീതിയിലൊന്ന് കളർ മാറി വരുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് വിളഞ്ഞ പാവയ്ക്കായിരുന്നു. ഞാൻ കട്ട് ചെയ്ത സമയത്ത് കുരു എടുത്ത് കളഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുത്തപ്പോൾ കുരു എല്ലാം ഇളകിപ്പോയിട്ടുണ്ട്. ആ സമയത്താണ് കുരു എണ്ണയിൽ നിന്നും മാറ്റി കൊടുത്തത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതാ ഇത് കണ്ടില്ലേ, ഒരുപാടങ്ങ് ഫ്രൈ ആയി കളർ മാറി വന്നിട്ടില്ല. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ടേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്തെടുക്കാം. അപ്പോൾ അത് രണ്ടാമത് ഇട്ട് കൊടുത്ത പാവയ്ക്ക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പാവയ്ക്കെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഈ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളകും കൂടി വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ 2 പച്ചമുളകും കൂടി വറുത്തെടുക്കാം. പാവയ്ക്ക ഇതേപോലെ തൈരിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തൈരിനുള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ വറുത്ത പാവയ്ക്കയെല്ലാം തൈരിനുള്ളിലേക്ക് നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഇനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതായി 2 മുളക് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം വറുത്ത് കോരിയെടുക്കണം. അല്ലെങ്കിൽ മുളക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഇതാ ഈ ഒരു കളറിൽ ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതാ വറുത്തെടുത്ത മുളകും കൂടി നമുക്ക് തൈരിലേക്ക് ആക്കി കൊടുക്കാം. ഇനി അതിനുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതാ മുളക് വറുത്ത എണ്ണയിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് കടുകും ഉലുവയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് 3 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. 4-5 ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇട്ട് കൊടുത്ത ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നിനെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൈരിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ചട്ടിയുടെ ചൂടിൽ തന്നെ തൈരൊക്കെ ഒന്ന് ചൂടായി വരും. ഇനി ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ പാവയ്ക്ക തൈര് കറി റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈര് മതിയാകും. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ചുരക്ക കൊണ്ടുള്ളൊരു ഒഴിച്ച് കറിയാണ്. ചുരക്കയും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം.
ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം ചുരക്ക എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറി വയ്ക്കാൻ ചുരക്ക എടുക്കുമ്പോൾ അധികം മുറ്റാത്ത ചുരക്ക എടുക്കുന്നതാണ് നല്ലത്. മുറ്റിയതാകുമ്പോൾ അതിനകത്തെ കുരുവൊക്കെ ഒരുപാട് കട്ടിയുള്ളതായിരിക്കും. ഓരോ കഷ്ണവും ഇതുപോലെ 3-4 ആയിട്ട് കീറിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത കഷ്ണങ്ങളെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു തനി നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളകും കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരയാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കീറിയിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേകാൻ വെച്ചിരുന്ന തക്കാളി ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇനി തിളയ്ക്കാതെ നോക്കിക്കൊള്ളണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി റെഡിയായി കഴിഞ്ഞ് ഇനി ഒന്ന് താളിച്ചൊഴിക്കാം. എണ്ണ ചൂടായി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിക്കുന്നതിൽ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു മണവും കളറും കിട്ടും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് കാന്താരി മുളകും തൈരും ചേർത്തിട്ടുള്ളൊരു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ വെള്ള കാന്താരി മുളകാണ്. ഇതേപോലെ ഇതിൻ്റെ അറ്റം ഒന്ന് രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കണം. എരിവിനനുസരിച്ച് നമുക്ക് മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ അവരവർക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് എരിവുള്ള മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം അറ്റം ഇതേപോലെ ഒന്ന് പിളർത്തിയെടുക്കണം. ഇങ്ങനെ ഓരോന്നും എടുത്ത് പിളർത്തിയെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരുന്ന മുളകെല്ലാം അറ്റം പിളർത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ്. 1 കപ്പ് തൈര് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്ത് തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തൈരിൻ്റെ കട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഈ ഒരു രീതിയിൽ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ കാന്താരി മുളക് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം മുളക് വറുക്കാൻ. ചിലപ്പോൾ മുളക് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതേപോലെ ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വറുത്തെടുത്ത മുളക് ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ലൈറ്റായിട്ട് യെല്ലോ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം. ഇനി ബാലൻസുള്ള എണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുന്ന സമയത്ത് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഇട്ടതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയും ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം.
ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്ത ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ 2 പൊടികളും നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് കിട്ടണം. അതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ചട്ടിയുടെ ചൂടിൽ കിടന്ന് തന്നെ തൈരൊന്ന് ചൂടായി കിട്ടും. നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കൈയെടുക്കാതെ തുടരെ ഇങ്ങനെ ഇളക്കി അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കാം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചേർത്ത് കൊടുത്ത ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. മുളകിലേക്കൊക്കെ ഇനി നന്നായിട്ട് തൈരൊന്ന് പിടിച്ച് കിട്ടണം. ഈ ഒരു രീതിയിൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചട്ടി അടച്ചു വയ്ക്കാം. ഏകദേശം മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ അത് മൂടി വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്ക് ചോറ് കഴിക്കാൻ സമയത്ത് വിളമ്പിയെടുക്കാനാണ്. അപ്പോൾ അത് മുളക് നന്നായിട്ട് പരുവായി തൈരൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കാന്താരി മുളക് കൊണ്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.